ഹലോ, ഇന്നൊരു വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ശരിക്കും ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല കേട്ടോ. അത് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിൻ്റെ പേരെന്താണ്. ഒരു പഴം പൊതിഞ്ഞതോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, കറക്റ്റ് പേര് എനിക്കിതിൻ്റെ അറിയില്ല. ഒരു ഷെഫ് ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ എനിക്കൊരു കൊതി തോന്നി ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവരിതിൻ്റെ അകത്ത് ചക്കയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ ചക്ക ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ നല്ല മധുരമുള്ള മധുരമുള്ള മാങ്ങയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പഴുത്ത മധുരമുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മധുരമുള്ളതാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചക്ക വെച്ചിട്ട് കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് വെച്ചുണ്ടാക്കുക, അല്ലെങ്കിൽ മാങ്ങ. ഞാനിപ്പോൾ ഒരു വെറൈറ്റിക്ക് ഒരു ചക്ക കയ്യിലില്ലാത്തത് കൊണ്ട് മാങ്ങ യൂസ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയ സമയത്ത് സത്യം പറയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇത് ഹോട്ടലുകളിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു റെസിപ്പിയാണെന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്കൊന്ന് വീടുകളിൽ ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പഴുത്ത നേന്ത്രപ്പഴവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാങ്ങ നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു പഴം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് കേട്ടോ. വേറെ ഓയിലൊന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയൊക്കെ അങ്ങോട്ട് ടേസ്റ്റ് വരില്ല. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ കേട്ടോ. അപ്പോൾ ഇത്രയും കൂടെ നെയ്യ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കുഴമ്പ് രൂപത്തിലാക്കുക കേട്ടോ. കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുമല്ലോ, വേറൊരു പാത്രത്തിലേക്ക്. അങ്ങനെ ചെയ്യുന്നതിൽ നല്ലത് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇത്തിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട്, എനിക്ക് നെയ്യുടെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ നെയ്യ് ഒഴിക്കുന്നത്. അപ്പം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കാരമലൈസ് അങ്ങനെ ചെയ്യൂലേ, അങ്ങനെ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ചെയ്തു വന്നപ്പോൾ ഇത് എന്താണ്ടൊക്കെ ആയിപ്പോയി. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി ഒന്ന് യോജിപ്പിച്ചിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ഒരു ബ്രൗൺ കളറാകുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഒരു പഴവും ആ മാംഗോ ഒക്കെ ഒരു സൈഡിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് നിൽക്കണില്ല കേട്ടോ. അപ്പം നെയ്യിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി നേരെ ഒരു ബ്രൗൺ കളർ, കരിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഒരു ബ്രൗൺ കളർ ഇട്ടല്ലോ. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്നാമത് ഞാനിപ്പോൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. അപ്പം നമുക്കൊന്ന് നേരെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ പഴവും മാങ്ങയൊന്നും ഞാൻ പറയുന്നത് തീരെ അനുസരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ നീക്കി കൊടുക്കാം. നേരെ ഒരു ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നേരെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. ഇതിൽ കണ്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മധുരം ആവശ്യമില്ലാത്തവർ പഞ്ചസാരയൊക്കെ ഒരു ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ. ഒരു പേരിനൊന്ന് ഇട്ട് കൊടുത്താൽ മതി. മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ എല്ലാം നേരിയ ബ്രൗൺ കളറായിട്ടാണ്. നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് നേരിയൊരു ബ്രൗൺ ആവട്ടെ കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവത്തിൽ മതി. നമുക്കെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ മൺചട്ടി ഇങ്ങനെ ഒരു ഓവൽ ഒരു കുഴിയുള്ള ഒരു ഷേപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അതല്ല പരന്ന പാത്രമാണെങ്കിൽ അത് കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ. ഇപ്പം ഞാൻ നല്ല കട്ടിയുള്ള 1 പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ചിലവരിത് ഇതിങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചിട്ട് വീണ്ടും പാല് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കുറുക്കിയെടുക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വരുന്ന സമയത്ത് ഇത്തിരി നെയ്യിൽ കാഷ്യൂ മുന്തിരിയൊക്കെ ഇട്ട് വറുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം ഈ ഒരു രീതിയിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതൊന്ന് കുറുകി വരട്ടെ. ഞാൻ ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ. ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. കുറുകി വന്നതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലത് തണുപ്പിച്ച് കഴിക്കുന്നതിൽ നേരിയൊരു ചൂടോടെ കഴിക്കുന്നതും ടേസ്റ്റാണ്, തണുപ്പിച്ച് കഴിക്കുന്നതും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചൂടാറിയത് കംപ്ലീറ്റായിട്ട് ചൂട് പോയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് തണുപ്പിച്ചിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കഴിച്ചു നോക്കുക. അതല്ലാതെ നേരിയൊരു ചൂടോടുകൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.